അച്ഛൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു 20 വർഷത്തോളമായി. ഞാനിത് വിൽക്കുന്നത് പറയാൻ എന്നെ മനസ്സുകൊണ്ട് തൃപ്തി ഉണ്ടായിട്ട് വിൽക്കുന്നതല്ലേ. മലപ്പുറത്ത് വന്നിട്ട് മലപ്പുറത്തിനോട് മലപ്പുറം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജില്ലയാണ്. കാരണം ഇവിടെ പല വിധത്തിലും മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒറ്റ ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു നാടാണ്. ഇതുപോലെ മതസൗഹാർദ്ദമുള്ള ഒരു നാട് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഹലോ പ്രിയമുള്ളവരെ, നമസ്കാരം. സുബൈർ ബാപ്പു, അതോടൊപ്പം നിങ്ങൾക്ക് ഞാൻ നല്ലൊരു കർഷകനെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ കർഷകൻ എന്തിനാണ് പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ, ഈ ഒരു കർഷക ഫാമിലിയിലെ ഒരു അച്ചായൻ്റെ 1 ഏക്കർ ഭൂമിയും അതോടൊപ്പം ഒരു 1100 സ്ക്വയർ ഫീറ്റുള്ള ഒരു ടെറസ് വീടും. അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്? ഈ ഭൂമിയിൽ ഒരു 46 കായ്ഫലമുള്ള തെങ്ങും, പിന്നെ ഒരു 120 റബ്ബറും, വെട്ടുന്ന റബ്ബറും, പിന്നെ ഒരു മറ്റ് കുറച്ച് വിൽക്കാൻ കിട്ടും കുരുമുളക്. ഞാനങ്ങനെ എല്ലാ വർഷമൊന്നും വിൽക്കാറില്ല, 2-3 വർഷം കൂടുമ്പോഴേ വിൽക്കുന്നുള്ളൂ. അത് കുരുമുളക് ഇത് പിന്നെ ഇത്രയും ആദായങ്ങൾ. പിന്നെ നിന്നൊന്നാണെന്ന് മറ്റു പറയുവാണെങ്കിൽ കറുവായുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു വരുമാനമായിട്ട് കൂട്ടുന്നില്ല. വെള്ളത്തിനെന്ന് പറഞ്ഞാൽ കുടിവെള്ളം തൊട്ട് മുറ്റത്താണ് നിൽക്കുന്നത്. അതായത് അടുക്കളയിൽ നിന്ന് 10 അടി ഇറങ്ങിയാൽ 10 അടി ഇല്ല, ഒരു 4 കാഴ്ചയോട് വെച്ച് കഴിഞ്ഞാൽ സുഭിക്ഷമായ വെള്ളം, വറ്റിയിടത്ത് ഒരിക്കലും വറ്റിയിടത്ത വെള്ളമുണ്ട്. കോരിയെടുക്കാൻ മോട്ടോർ വെച്ചിട്ടുണ്ട്, കണക്ഷൻ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വെള്ളമാണ് ഉള്ളത്. ഒരു കാലത്തും പറ്റത്തില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത ഞാനിവിടെ വന്നപ്പോൾ കണ്ടത്, ഈ ഒരു ഭൂമി എല്ലായിടത്തും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. പലയിടത്തും പല ഭൂമിക്കും പല പ്രത്യേകതകളുണ്ട്. എന്നാൽ ഈ ഭൂമിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഏകദേശം 150 മീറ്റർ റോഡ് ഫ്രണ്ടേജ്. 1 ഏക്കറിൽ 150 മീറ്റർ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ റോഡ്, ടാറിംഗ് റോഡ് മെയിൻ ഭാഗം, പിന്നെ ഏകദേശം ഒരു 70-80 മീറ്ററോളം ഒരു ഭാഗം പഞ്ചായത്ത് റോഡ്, പിന്നെ വേറെ റോഡ് അല്ലേ. അങ്ങനെ ചുറ്റുഭാഗം 3 ഭാഗം റോഡുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇതിന് എങ്ങനെ ആകുമ്പോൾ ഉള്ള സുഖം എന്താ വെച്ചാൽ മുറിച്ചു കൊടുക്കാം അല്ലേ, എടുക്കുന്ന ആൾക്കാർക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ചൈനയിൽ മുറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മൊത്തത്തിൽ വിൽക്കുകയാണ്, ഒരുമിച്ച് വിറ്റ് പോകുന്നതാണ് എനിക്ക് താല്പര്യം. പിന്നെ അതല്ല, ഇനി മൊത്തത്തിൽ കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള പാർട്ടി ഉണ്ടെങ്കിൽ ഞാൻ 2 ആയിട്ടാണ് കൊടുക്കും. വീടും കുറച്ച് സ്ഥലമായിട്ടേ കൊടുക്കും. വീട് ഒരു 50 സെന്റ്. ഒരു 50 സെന്റ് വീട് അവർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട്, വീട് ആവശ്യമില്ല ആൾക്കാർക്ക് വേണമെങ്കിൽ, വീട് ആവശ്യമുള്ളവരാണെങ്കിൽ വീട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 50 സെന്റ് കൊടുക്കും. താഴോട്ട് കൊടുക്കും. അതിന്റെ അതായത് പുറകോട്ട് നല്ല ആദായമുള്ള തെങ്ങാണ് നിൽക്കുന്നത്. ഒരു 10-26 തെങ്ങ് വരും. അതെയോ? വീടിന്റെ പരിസരത്ത് തന്നെ വീടും ഒരു 26 തെങ്ങ് ഉൾപ്പെടുന്ന നല്ല ആദായമുള്ള സ്ഥലം. പിന്നെ ആ വീട് ഉൾപ്പെടുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു വേണമെങ്കിൽ ചെറിയ കോഴിഷെട്ടോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഇനി മറ്റെന്തെങ്കിലും ബിസിനസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ മൊത്തത്തിൽ നമ്മൾ ഇത് മൊത്തത്തിൽ കൊടുക്കാൻ തന്നെ നിങ്ങൾ എത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? 1.35 ഒരു സെന്റിന്. ഒരു ഏക്കറിയും ഈ വീടും മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ 50 സെന്റും ഈ ഒരു വീടും കൊടുക്കണമെങ്കിലോ? അത് എനിക്ക് ഒരു 50 സെന്റ് വീട് വേണമെങ്കിൽ